കേശു, ഞാൻ ഇവിടെ പുറത്ത് റോട്ടിലുണ്ട്. എൻ്റെ ബാഗും എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുത്ത് ഇനി വാ. വാടാ അങ്ങോട്ട് പറഞ്ഞാടാ. ആ മുരളി, എന്തായി? എടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയടേ. ആ ശരി. ഓ അച്ഛാ, എന്താ ബാഗ് ഓടാ, ബാഗ് ഓടാ. ചുമ്മാ അച്ഛൻ കളിക്കാ വീട്ടിൽ കയറി വെച്ചാ ഇത് കളിക്കണേ മഴ. ഞാൻ പറഞ്ഞോളാം, ബാഗ് എടുത്തോടാ. അച്ഛാ മര്യാദക്ക് അച്ഛാ വാ അച്ഛാ. ഒന്നാമത് ഗൗരിയമ്മയും കുട്ടുവാമനൊക്കെ ഉള്ളതല്ലേ, അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവർക്ക് എന്ത് തോന്നും? ഈ ഗൗരി അമ്മായി കുട്ടുവാന്റെ മുമ്പ് വെച്ച് തന്നെ നിന്റെ അമ്മ എന്നെ ചവിട്ടി തേച്ചത്, അതിന് കുഴപ്പമൊന്നുമില്ലേ? എന്ത് അതൊക്കെ വീടാ, ചെന്നിട്ട് കേറി വാ. എടാ നീ മര്യാദക്ക് പോയി ബാഗും എന്റെ ഡ്രസ്സ് എടുത്തോടാ. അച്ഛാ അടിച്ചാ എന്തോന്നളിയാ അളിയാ കൂട്ടാ, നീ ഇല്ല ഇടപെടരുത്. ചേട്ടാ ഞങ്ങൾ ഇതിൽ ഇടപെടും. ആരിടപെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവളെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണല്ലോ വിചാരം. ഒറ്റയ്ക്ക് ഉണ്ടാക്കിട്ട് അച്ഛൻ ചുമ്മാ ചോണിക്കാതെ അകത്തേക്ക് കയറുമെന്ന് വെച്ചാ ഇവിടെ നലമുണ്ടാക്കി നാട്ടുകാരൊക്കെ എന്താ നാണക്കേടല്ലേ? അച്ഛൻ പറഞ്ഞത്തെ പോലെ നാണം കെടുത്തല്ലേ? അളിയാ ഞങ്ങൾ പറയണ കേൾക്കണ്ട, പിള്ളേർ പറയണെങ്കിൽ കേൾക്കണം. ഇത്രയും ദിവസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെയല്ലേ ഇവിടെ പോയേ. അത് തന്നെ കേട്ടാ, ചേട്ടൻ ഇല്ലാത്ത വീട്ടിൽ ഞങ്ങൾ എങ്ങനെ നിൽക്കും? നിങ്ങൾ വന്നപ്പോഴേ ഞാനാണ് സന്തോഷത്തോടെ വീടിനകത്തോട്ട് കയറ്റിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോയാൽ നിങ്ങളിവിടെ ഉണ്ടാവണം. എന്റെ അച്ഛാ, ഇവിടെ ഇതിന് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ നമ്മൾ സ്മൂത്ത് ആയിട്ടല്ലേ ഡീൽ ചെയ്തത്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ പണ്ടേ പോണായിരുന്നു. ഞാൻ ഇവിടെ പട്ടിയെ പോലെ കടിച്ചു കിടന്നു. ചേട്ടാ ചേട്ടൻ ഉപദേശിക്കാൻ നമ്മളെ ആളല്ല. എന്ത് പ്രശ്നം വന്നാലും ചേട്ടൻ നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണല്ലേ? എല്ലാം ചിരിച്ചോണ്ട് ഫേസ് ചെയ്യണ ആളാണ്. ഞാൻ അങ്ങനെ ചിരിച്ചോണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യണത് ഓരോ കാര്യങ്ങളും. പക്ഷേ ഇന്ന് അവള് പറഞ്ഞില്ലേ ഒരു വാക്ക്, അതെനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കള്ളച്ചോറ് തിന്നെയാണെന്ന്. പല സമയത്തും ഞാൻ എന്നെ തന്നെ ചവിട്ടി താഴ്ത്തിയിട്ട് അവളെ പൊക്കി പറയണ പതിവ് ഇല്ലേ? പക്ഷെ ഇനി അത് വിട്ടുകൊടുക്കൂല. കാരണം പിന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീരെ താഴാൻ വയ്യ. ഞാൻ ശൂലം കൂടെ വീട്ടിൽ ബാലേന്ദ്രൻ തമ്പിയാണ്. അവളുണ്ടല്ല പോണെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനു ഇവിടെ നാടകം കളിക്കണത്? നിന്റെ അടുത്ത് ബാഗും ഡ്രസ്സും എടുത്ത് തരാനാ പറഞ്ഞാടാ. അച്ഛൻ ഇങ്ങനെ പിണയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ എടുത്തു തരാൻ പറ്റൂല, മനസ്സ് സമ്മതിക്കില്ല. ചെറുക്ക ചളിഞ്ഞ സെന്റിമെന്റ്സ് അടിക്കല്ലേ, നിനക്കും കൂടെ പോകാൻ തോന്നണുണ്ടാ? ഇത് സ്ഥിരം ഉള്ളതാ എന്തെങ്കിലും വീണ്ടും ഇറങ്ങിപ്പോക്ക്. നിന്റെ അടുത്ത് ബാഗും എന്റെ തുണി എടുത്തോണ്ട് വരാൻ പറഞ്ഞാടാ. പോടാ ശ്രീകുട്ടാ, ഗൗരി പോ, അവത്തോട്ടോ എല്ലാരും കയറി പോകത്തോട്ടോ എല്ലാരും. ബാഗും ഡ്രസ്സും എന്ന് പറയുന്ന ബാലുവിനൊന്നുമില്ല. ഉടുമുണ്ട് വിരിച്ച് റോഡിൽ കിടക്കും. മരത്തടലും കൊട്ടാരവും ബാലുവിന് ഒരുപോലെയാണ്. ഇതെന്തോന്നിത്? രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് താന്നു കൊടുക്കി. ഞാനേ കുറെ കാലം താന്ന് കൊടുത്തു. അങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത്. രാഘവ മാമ 25 വർഷം മുമ്പേ പറഞ്ഞത് 2024 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഘവമാമ എന്തോന്ന് പറഞ്ഞേട്ടാ? എന്താ പറഞ്ഞ്, പൊന്നു മക്കളെ ബാലു, ഭാര്യയും മക്കളെയും തലയെ കയറ്റി വയ്ക്കരുതേ. പക്ഷെ ഞാൻ തലയെ കയറ്റി വച്ച് അനുഭവിക്കുകയും ചെയ്തു. ഇന്നതാ തലേന്ന് ഞങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ബാലുവിന്റെ വാട്ടിക്ക് പോവാൻ ഒരൊറ്റ എണ്ണ വിളിച്ചോരുന്നു. അച്ഛാ പുറയുന്ന വിളിക്കല്ലേ ഇടർക്ക.